വെൽക്കം ടു പ്ലാന്റ് സെപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് എൻസൈംസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. എൻസൈമിന്റെ മെക്കാനിസവും സ്ട്രക്ചറും കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വരുന്ന ഈ ഒരു IUB ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോ കെമിസ്ട്രിയുടെ കീഴിൽ എൻസൈംസിനെ 6 മേജർ ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഓരോ ക്ലാസ്സും അതിലുള്ള പ്രത്യേകതകളും ഒരു എക്സാമ്പിൾ, ആ ഒരു റിയാക്ഷന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസ് ത്രൂ ഔട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻഡ് ഷോർട്ട് ആയിട്ട് ആ ഒരു ക്ലാസ്സിലോട്ട് പോകാം. ഈ ഒരു കാറ്റഗറിയിൽ, ഈ ഒരു 6 എൻസൈം കാറ്റഗറിയിൽ ഒന്നാമത് വരുന്ന എൻസൈം ഓക്സിഡോ റിഡക്ടേസ് ആണ്. അതാണ് എൻസൈം ക്ലാസ് 1 EC1 എന്ന് പറയുന്നത്. ഈ ഒരു ഓക്സിഡോ റിഡക്ടേസ് എന്ന് പറയുമ്പോൾ റിഡോക്സ് റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആണ്. ആദ്യം കുറച്ച് ക്യാരക്ടേഴ്സ് പറയാം. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻസ് ആണ് റിഡോക്സ് റിയാക്ഷൻ. അത്തരം റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഓക്സിഡോ റിഡക്ടേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഓക്സിഡോ റിഡക്ടേസ് എന്ന് പറയുമ്പോൾ ആ ഒരു റിയാക്ഷനിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫറും ഹൈഡ്രജന്റെ ട്രാൻസ്ഫറും ഓക്സിജനും, അതായത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട് അല്ലെ. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന പ്രോസസ് ആണ്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ് ആണ്. നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഒരു ഓക്സിഡോ റിഡക്ടേസ് നമ്മളൊരു എൻസൈമിന് ഹോളോ എൻസൈമായി മാറണമെങ്കിൽ അവിടെ ഒരു കോഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം കേസിൽ കോഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് NADP+ ആണ്. അപ്പം ഓക്സിഡോ റിഡക്ടേസിന് ഒരു 4 എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഓക്സിഡേസ്, ഡിഹൈഡ്രോജനേസ്, കാറ്റലേസ്, പെറോക്സിഡേസ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിയാക്ഷൻസ് നോക്കാം. ഇപ്പൊ ഇവിടെ ഈ ഒരു റിയാക്ഷൻ ആദ്യം നമ്മൾ കൊടുക്കുന്ന ഒരു സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആയിരിക്കും. ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് NADP+ നിന്നാണ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഓക്സിഡോ റിഡക്ടേസിന്റെ പ്രസൻസിൽ NADP+ കോഫാക്ടറിന്റെ പ്രസൻസിൽ സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യും? റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ്ഡ് ആയിട്ട് മാറും. ഓക്സിഡൈസ്ഡ് ആയിട്ട് മാറുമ്പോൾ NADP+, NADPH ഉം H+ ആയിട്ട് മാറും. ഹൈഡ്രജനെ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഇവിടെ ഇലക്ട്രോണിനെ ലോസ് ചെയ്യാണ്. സബ്സ്ട്രേറ്റിനെ ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ട് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറും. അപ്പം ആദ്യം നടക്കുന്ന പ്രോസസ്സ്, ആ ഒരു എൻസൈം ഓക്സിഡോ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമിലേക്ക് NADP+ വന്നിട്ട് ബൈൻഡ് ചെയ്യും. അപ്പൊ അത് ആക്റ്റീവ് ആയിട്ട് മാറും. അപ്പം ആക്റ്റീവ് ആയിട്ട് മാറുമ്പം ആദ്യം ഒരു സബ്സ്ട്രേറ്റും കൂടി ആ ഒരു എൻസൈമിൽ വന്ന് ബൈൻഡ് ചെയ്യലോ. കോഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്താൽ സബ്സ്ട്രേറ്റ് പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പൊ സബ്സ്ട്രേറ്റ് പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പം ആദ്യം ഈ ഒരു സബ്സ്ട്രേറ്റിന്റെ അകത്ത് നിന്ന് 2 ഹൈഡ്രജൻ ആറ്റത്തെ എൻസൈം എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യാണ്. 2 ഹൈഡ്രജൻ ആറ്റത്തെ എൻസൈം റിമൂവ് ചെയ്തു. എൻസൈം റിമൂവ് ചെയ്തപ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് NADP+ H- NADPH ആയിട്ട് മാറും. ഇതാണ് 2 ഹൈഡ്രജൻ ആറ്റത്തെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അതിനുശേഷം ഈ ഒരു NADPH എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. 2 ഹൈഡ്രജനെ റിലീസ് ആക്കുമ്പം റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ്ഡ് ആയിട്ട് മാറും. ഇതാണ് എക്സാമ്പിൾ. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന് എന്ത് സംഭവിക്കും? ആ ഒരു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് എന്ന ആ ഒരു ഓക്സിഡോ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഇവയ്ക്ക് ഓക്സിഡേഷൻ നടന്നിട്ട് 6-ഫോസ്ഫോഗ്ലൂക്കോണോ ഡെൽറ്റ ലാക്ടോൺ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ആയിട്ട് മാറും. അതേസമയം NADP+ NADPH ആയിട്ട് മാറും. അപ്പൊ ഇവിടെ സബ്സ്ട്രേറ്റിന് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഓക്സിഡോ റിഡക്ടേസ്. വളരെ സിമ്പിൾ ആയിട്ട് ഷോർട്ട് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ കാറ്റഗറിയാണ് ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രാൻസ്ഫറേസിൽ നമ്മൾ ട്രാൻസാമിനേസ്, നൈട്രജന്റെ ഫിക്സേഷൻ ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ച ഒരു എൻസൈം ആണ് ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. ഈ ഒരു എൻസൈം എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ, ഒരു മോളിക്യൂളിൽ നിന്ന് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ മറ്റൊരു മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. റീഅറേഞ്ച്മെന്റ് ആണ് ഇവിടെ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എൻസൈം ട്രാൻസ്ഫർ ചെയ്യുന്ന ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാം, അതാണ് മീഥൈൽ ട്രാൻസ്ഫറേസ്. അമിനോ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാം, അതാണ് ട്രാൻസ് അമിനേസ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാം, അതാണ് കൈനേസ് എന്ന് പറയുന്നത്. അങ്ങനെ 3 എക്സാമ്പിൾസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആ ഒരു എക്സാമ്പിളിന്റെ
റിയാക്ഷൻ നോക്കാം. ആദ്യം എന്ത് ചെയ്യും, ഇതാണ് നമ്മുടെ അലനിൻ ആണ് നമ്മുടെ സബ്സ്ട്രേറ്റ്. ഒരു അലനിന്റെ അകത്തേക്ക് അമിനോ ട്രാൻസ്ഫറേസ് വന്ന് ബൈൻഡ് ചെയ്യും, നമ്മുടെ എൻസൈം വന്ന് ബൈൻഡ് ചെയ്യും. ഇതൊരു അമിനോ ട്രാൻസ്ഫറേസിന്റെ ട്രാൻസാമിനേഷൻ നടക്കുന്ന ആ ഒരു എക്സാമ്പിൾ ആണ് അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. അലനിനിലേക്ക് വന്നിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു അലനിന്റെ അകത്തുള്ള അമിനോ ഗ്രൂപ്പിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അലനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിലുള്ള അമിനോ ഗ്രൂപ്പിനെ എന്ത് ചെയ്യാണ്, അവിടുന്ന് റിമൂവ് ചെയ്തു, അലനിൽ നിന്ന് റിമൂവ് ചെയ്തു. ദെൻ ഈ ഒരു അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻസൈമുമായിട്ട് ടെമ്പററി ആയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് ആ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു കോ എൻസൈം ഉണ്ടായിരിക്കും. ആ ഒരു കോ എൻസൈം ആണ് PLP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ PLP എന്ന് പറയുന്ന കോ എൻസൈമിന്റെ സഹായത്തോടെ അമിനോ ട്രാൻസ്ഫറേസ് എന്ത് ചെയ്യും, അലനിൽ നിന്ന് അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തിട്ട് താൽക്കാലികമായിട്ട് ഒരു ടെമ്പററി ഒരു ഗ്രൂപ്പായിട്ട് മാറും. then ആ ഒരു അമിനോ ട്രാൻസ്ഫറേസ് എന്നിട്ട് ആ ഒരു അമിനോ ഗ്രൂപ്പിനെ ആർക്കാണ് കൊടുക്കുക, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് എന്ന് പറയുന്ന ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന് അത് കൊടുക്കും, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ ഒരു ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അലനിൻ എന്തായിട്ട് മാറും, പൈറുവേറ്റ് ആയിട്ട് മാറും. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു പൈറുവേറ്റും ഗ്ലൂട്ടാമേറ്റും റിലീസ് ചെയ്യുന്നു. അപ്പം ഈ ഒരു പ്രോസസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നൈട്രജൻ ഫിക്സേഷന്റെ കേസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ക്ലാസ്. then മൂന്നാമത്തെ ക്ലാസ് ആണ് ഹൈഡ്രോലേസ് എന്ന് പറയുന്നത്. ഹൈഡ്രോലേസ് എന്ന് പറയുമ്പോൾ വാട്ടർ യൂസ് ചെയ്തിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്. ഓക്കെ, ഹൈഡ്രോലിസിസ് റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ്. അപ്പൊ ഈ ഒരു ഹൈഡ്രോലൈസിസ് ബ്രേക്ക് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ടും ഗ്ലൈക്കോസിഡിക് ബോണ്ട്, എസ്റ്റർ ബോണ്ട്, ഈ 3 ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വരുന്ന കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അമൈലേസ്, പ്രോട്ടിയേസ്, ലിപ്പേസ്, ട്രിപ്സിൻ, മാൾട്ടേസ്. ഈ എക്സാമ്പിൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട എൻസൈംസ് ആണ് ഹൈഡ്രോലേസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഉണ്ട്, മാൾട്ടോസ് വാട്ടറിന്റെ പ്രസൻസിൽ 2 ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മാൾട്ടോസിലേക്ക് നമ്മുടെ എൻസൈം ആയിട്ടുള്ള മാൾട്ടേസ് വരുന്നു എന്ന് വിചാരിക്കുക. മാൾട്ടേസിന്റെ ആക്റ്റീവ് സൈറ്റിൽ മാൾട്ടോസ് സബ്സ്ട്രേറ്റ് പോയിട്ട് ബൈൻഡ് ചെയ്തു. ആ ഒരു സമയത്ത് വാട്ടർ ബ്രേക്ക് ചെയ്യും. വാട്ടർ എന്തിനെയാ ബ്രേക്ക് ചെയ്യുന്നത്, ഈ ഒരു മാൾട്ടോസിലുള്ള ഗ്ലൈക്കോസിഡിക് കാർബൺ ഓക്സിജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് 2 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിരിക്കും. ദെൻ ആ ഒരു എൻസൈം എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അത് പിന്നെയും എന്താ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഹൈഡ്രോലേസിന്റെ പ്രത്യേകത വാട്ടർ യൂസ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുന്നു, ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ലയേസസ് ആണ്, എൻസൈം ക്ലാസ് 4. അപ്പം ഈ ഒരു ലയേസസ് എന്ന് പറയുമ്പം എൻസൈംസ് ദാറ്റ് ബ്രേക്ക് ഓർ ഫോം ഡബിൾ ബോണ്ട് വിത്തൗട്ട് യൂസിങ് ATP ആണ്. എനർജിയോ വാട്ടറോ യൂസ് ചെയ്യാതെ ഏതെങ്കിലും ബോണ്ട്സ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം എൻസൈംസിനെയാണ് ലയേസസ് എന്ന് പറയുന്നത്. ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പ് ഒന്നുകിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡബിൾ ബോണ്ടിന്റെ ഫോർമേഷനും നടക്കാം. അപ്പം ഇത്തരം ലയേസസിന് ഒരു 3 എക്സാമ്പിൾസ് ആണ് ഉള്ളത്, ഡീകാർബോക്സിലേസ്, ആൽഡലേസ്, ഫ്യൂമറേസ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ ഇതാണ് ഒരു എക്സാമ്പിൾ, അതിന്റെ സബ്സ്ട്രേറ്റ്. ഇവിടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് ആണ്. അപ്പോൾ ഒരു സബ്സ്ട്രേറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ആൽഡലേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. അപ്പൊ എൻസൈം വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഷിഫ്റ്റ് ബേസ് ഫോംസ്, അത് ഡീറ്റെയിൽഡ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, ഒരു ഷിഫ്റ്റ് ബേസ് ഫോംസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ ഒരു എൻസൈംസ് ലൈസിൻ ഇൻ എൻസൈമിലുള്ള ആൽഡലേസ് എന്ന് പറയുന്ന എൻസൈമിലുള്ള ലൈസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കാർബോണിൽ ഗ്രൂപ്പ് C2 കാർബോണിൽ ഗ്രൂപ്പിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോഴാണ് അവിടെ ഷിഫ്റ്റ് ബേസ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. ആ ഒരു അറ്റാച്ച്മെന്റ് നടക്കുമ്പോൾ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റിലുള്ള കാർബൺ കാർബൺ ബോണ്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഓക്കെ, അതായത് ഈ ഒരു എൻസൈം വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ സബ്സ്ട്രേറ്റും എൻസൈമും തമ്മിലുള്ള ഒരു എൻസൈം ബോണ്ട് ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഉണ്ടാകും. അപ്പം അതിനെ എന്ത് ചെയ്യും, ഈ ഒരു ഫ്രക്ടോസ് 1,6 ഫോസ്ഫേറ്റിനെ G3P ആയിട്ട് ബ്രേക്ക് ചെയ്യും. അതായത് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അതുകൂടാതെ ഒരു പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്, DHAP അല്ലെങ്കിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു കോമ്പൗണ്ട് DHAP ആയിട്ട് മാറും. ഈ 2 പ്രൊഡക്റ്റും എന്ത് ചെയ്യും, ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ ലീവ് ചെയ്യും. സോ ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ലയേസ് എന്ന് പറയുന്ന എൻസൈം ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്. മെയിൻ ആയിട്ട് കാർബൺ കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പുതിയ
സബ്സ്ട്രേറ്റിൽ നിന്ന് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ്. അവിടെ ATP അല്ലെങ്കിൽ വാട്ടർ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് 4ാമത്തെ ക്ലാസ്. ഇതാണ് 5ാമത്തേതാണ് ഐസോമറേസ്, എൻസൈം ക്ലാസ് 5 എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് സെയിം മോളിക്യൂൾസിൽ തന്നെ ഈ ഒരു എൻസൈം എന്ന് പറയുന്നത് ആറ്റത്തിന്റെ റീഅറേഞ്ച്മെന്റ് ആണ് നടക്കുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ടാകാം. ഒന്ന് സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആയിട്ടുള്ള ഐസോമേഴ്സ്. ആ ഒരു രണ്ട് ടൈപ്പ് ഉണ്ട്. ഐസോമറൈസിൽ വരുന്ന എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഐസോമറൈസ്, റേസിമേസ്, എപ്പിമറൈസ് എന്ന് പറയുന്ന ഈ 3 കാറ്റഗറി. സോ അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആകും. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് സബ്സ്ട്രേറ്റ് ആദ്യം ഈ ഒരു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാണ്. സോ അതിനുശേഷം ഈ ഒരു സ്ട്രക്ചർ കോമ്പൗണ്ടിന്റെ റീഅറേഞ്ച്മെന്റ് ആണ് നടക്കുന്നത്. ഒരു റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ആ ഒരു റിംഗ് എന്ത് ചെയ്യാണ്? ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, എവിടെയാണ്? കാർബോണിൽ at C1 moves to C2. അതായത് ഈ ഒരു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിലുള്ള ആൽഡോലേസ് കീറ്റോസ് ആയിട്ട് മാറും. കീറ്റോസ് ആയിട്ട് മാറുമ്പോൾ ആ ഒരു കോമ്പൗണ്ട് എക്സ്ട്രീമലി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഐസോമറൈസ് എന്ന് പറയുമ്പോൾ റീഅറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആണ്. ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ റീഅറേഞ്ച്മെന്റ് നടത്തി അവിടെ ബോണ്ടിന്റെ ബ്രേക്കിങ്ങോ ബോണ്ടിന്റെ ഫോർമേഷനോ ഒന്നും നടക്കുന്നില്ല. റീഅറേഞ്ച്മെന്റ് മാത്രം നടന്നിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ലാസ്റ്റ് കാറ്റഗറി ആണ് ലിഗേസ് അല്ലെങ്കിൽ സിന്തറ്റേസ് എന്ന് പറയുന്നത്. നമ്മൾ ബയോടെക്നോളജിയുടെ കേസിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു ലിഗേസ് പഠിക്കുന്നത്. മോളിക്യുലർ ഗ്ലൂ എന്നാണ് ഈ ഒരു ലിഗേസിന് പറയുന്നത്. അതായത് രണ്ട് മോളിക്യൂൾസിനെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ലിഗേസ് എന്ന് പറയുന്നത്. അതിന് ATP അല്ലെങ്കിൽ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ ഇത്രയേറെ പഠിച്ച എൻസൈംസിൽ ATP യൂസ് ചെയ്യുന്ന ഒരേ ഒരു എൻസൈം എന്ന് പറയുന്നത് ലിഗേസ് ആണ്. അതിന് എക്സാമ്പിൾ DNA ലിഗേസ്, കാർബോക്സിലേസ്, സിന്തറ്റേസ് എന്ന് പറയുന്നതാണ്. അപ്പം നമ്മൾ DNA കേസിൽ പഠിക്കുമ്പോൾ രണ്ട് DNA ഫ്രാഗ്മെന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു DNA ഉണ്ടാക്കുന്ന പ്രോസസ്സ്. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ അതിന്റെ 5 പ്രൈമിലുള്ള ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും 3 പ്രൈമിലുള്ള OH ഗ്രൂപ്പും തമ്മിൽ ബോണ്ട് ഫോർമേഷൻ നടന്നിട്ട് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിന്റെ സ്റ്റെപ്പ് ആദ്യം ലിഗേസ് എന്ത് ചെയ്യാണ്? NAD+ അല്ലെങ്കിൽ ATP ആയിട്ടുള്ള എനർജിയോ യൂസ് ചെയ്തിട്ട് ഫോസ്ഫേറ്റ് ആക്റ്റീവ് ആവുകയാണ്. രണ്ടാമത്തത് നമ്മൾ ഈ പറഞ്ഞ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഫോസ്ഫേറ്റ് റിയാക്ട് വിത്ത് 3' OH ഓഫ് another strand. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് നടന്നിട്ട് 5' 3' ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യും. എന്നിട്ട് ആ ഒരു DNA സ്ട്രാൻഡ് എന്ത് ചെയ്യും? ഗ്ലൂ ചെയ്യാണ്, ഒട്ടിച്ചിട്ട് ഒരു കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആയിട്ട് മാറും. ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ബോണ്ട്സ് ഫോം ചെയ്യുന്നത് രണ്ട് മോളിക്യൂൾസ് തമ്മിലാണ്. അവിടെ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ATP അല്ലെങ്കിൽ NADP+ന്റെ കേസിലാണ് ആ ഒരു എനർജി മോളിക്യൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ എൻസൈംസിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.